ദൈവനാമോഹത്വപ്പെടുത്തട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 23-4 വാക്യം. കൂരിരുളിൽ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും നീ ഭയപ്പെടുകയില്ല. ആരും യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു താഴ്വരയാണ് കൂരിരുൾ താഴ്വര. എന്നാൽ ഏതു മനുഷ്യനും കടന്നു പോകേണ്ട താഴ്വരയാണത്. ലോകമനുഷ്യരും ദൈവവൈതലും തമ്മിലുള്ള വ്യത്യാസം കാഴ്ചപ്പാടിലൂടെ മാത്രമേ അറിയത്തുള്ളൂ. ഈ താഴ്വര തരണം ചെയ്യണം. ലോകമനുഷ്യന് ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശനായി, തോൽവി അടഞ്ഞവനായി, വെളിച്ചത്തിൻ്റെ കിരണം ദർശിക്കാതെ തന്നെത്താൻ ദർശിക്കാൻ തയ്യാറാകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം എക്സാമ്പിൾ, ഒരു കുഞ്ഞു മാത്രമേ ഉള്ള വീട്ടിൽ പെട്ടെന്ന് കരണ്ട് പോയി. കുട്ടി കിടന്ന് കരയുകയാണ്. വീട്ടിലാരുമില്ല. അപ്പോൾ കരച്ചിൽ കേട്ടിട്ട് ഈ കുട്ടി കരഞ്ഞിട്ട് കുട്ടി പപ്പായെ വിളിച്ചു. അപ്പോൾ പപ്പ വിളിച്ച് പറഞ്ഞു, അവിടെ കർത്താപ്പച്ചനുണ്ട്, കൂട്ടിന് കർത്താപ്പച്ചനുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ആ കുട്ടി കരയാൻ തുടങ്ങി. ഇപ്പോൾ കരയുന്നത് കർത്താപ്പച്ചൻ ഉള്ളതിൻ്റെ പേരിലുള്ള കരച്ചിലാണ്. കർത്താപ്പച്ചനെ ജീവിതത്തിലുണ്ടെന്ന കുട്ടിക്ക് മനസ്സിലാകാനുള്ളതായ ആ മനോഭാവം ഉണ്ടായി. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ കൂരിരുളിൻ്റെ നടുവിൽ കൂടെ പോകേണ്ടി വന്നാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടില്ല. യേശു ഇല്ലെന്ന് അവിശ്വസിക്കുന്ന ചിലർ കൂരിൽ താഴ്വയിൽ കൂടെ കടക്കുമ്പോൾ ഈ കുട്ടിയെ പോലെ അയ്യം വിളിക്കും. പകലിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ രാത്രി ഉള്ളതിൻ്റെ ആ അപാകതയെ മനസ്സിലാക്കിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പകലിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ രാത്രി നമുക്ക് ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനിടയായിത്തുള്ളൂ. കയ്പുള്ളത് കൊണ്ടാണല്ലോ മധുരം ഉണ്ടെന്ന് പറയുന്നത്. കൈപ്പറഞ്ഞവന് മാത്രമേ മധുരത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു തിരിച്ചറിവാണ്. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ടെന്നുള്ള ആ അറിവ് നമ്മളെ ആ കൂരിലിൻ്റെ നടുവിൽ വിടുവിക്കുന്നു. ഒരു കയറ്റവും ഒരു ഇറക്കവും, ഒരു കർത്തവാവും ഒരു വെളുത്തിവാവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. കൂരിരുളിൽ നാം ഭയപ്പെടുകയില്ല. കാരണം വെളിച്ചമായവൻ നമ്മുടെ കൂടെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, യൗവനക്കാരൻ പന്തായം വെച്ച് അർദ്ധരാത്രിയിൽ ശവക്കോട്ടയിൽ ഉയർന്ന കല്ലറയുടെ മുകളിൽ പോയി 3 ആണി അടിക്കണം. അപ്പം ഒരുത്തൻ അതിന് തയ്യാറായി. അവൻ ആ രാത്രിയിൽ പോയി ആണി അടിച്ചിട്ട് വന്നു. അവൻ്റെ ധൈര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ, ഞാൻ ഈ ആണി അടിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പരീക്ഷിക്കാൻ, ഞാൻ പോയോ ആണി അടിച്ചോ ഇല്ലയോ എന്ന് എന്നെ പരീക്ഷിക്കാൻ 2 പേര് കാണും. ആ 2 പേര് എവിടെങ്കിലും ഉണ്ടെന്നുള്ള ആ ധൈര്യമാണ് ആണി അടിച്ചിട്ട് വരാൻ എന്നെ ധൈര്യപ്പെടുത്തിയത്. മനസ്സിലാക്കണം. അപ്പോൾ കൂരിരുളിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ധൈര്യം ആണ് നമ്മളെ മുമ്പോട്ട് നയിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഏതാണ്ട് 365 പ്രാവശ്യത്തോളവും ബൈബിളിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ജോബ് 19:8 എൻ്റെ പാതകൾ ഇരുട്ടായിരിക്കുന്നു. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ കനാനിൽ ആ യാത്രയിൽ ആൾപ്പാർപ്പിടമില്ലാത്ത ദേശത്തു കൂടി യാത്ര ചെയ്ത് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭവും അവർക്ക് പ്രത്യക്ഷനായി തീരുവാനിടയായി. ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ദീപമായിരിക്കുന്നു, നേരെയുള്ളവർക്ക് വെളിച്ചമുണ്ടാകുമെന്ന് സങ്കീർത്തനം 50:10 പറയുന്നു. അപ്പം കൂരിരുളിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. വെളിച്ചമായവൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച മിസ്രയീമിൽ മിസ്രയീമിലെ ഞാൻ പേടിക്കുകയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ
ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് പോയ മോശയ തൻ്റെ ജനത്തെ അക്കരെ കടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇനിയും രാത്രി ഉണ്ടാകുകയില്ല, കൂരിരുളിൻ്റെ അനുഭവം മാറും. വെളിപ്പാട് ദിവസം 22:5 പറയുന്നു, ഇനിയും രാത്രി ഉണ്ടാകുകയില്ല, കൂരിരുളിൻ്റെ അനുഭവം മാറും. വാഗ്ദത്ത നാടിനോട് അടുത്ത് നാം തല ഉയർത്തി അതിനെ ദൈവം ഇടയായിത്തീരും. അപ്പം വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൂരിരുളിനെ ഭയപ്പെടാതെ വെളിച്ചമായവൻ്റെ സാന്നിധ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കൃപ ദൈവം തരട്ടെ. ഒരു വാക്ക് പ്രാർത്ഥി. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ദൂത് ശ്രദ്ധിച്ച ജനത്തിനായി സ്തോത്ര, ആശ്വാസം പകരണമേ. കൂരിരുളിൻ്റെ അനുഭവങ്ങൾ അനേകരെ, കുടുംബങ്ങളെ, തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭയത്തിൽ നിന്ന് ജനം പുറത്തു വരട്ടെ, കുടുംബങ്ങൾ, വ്യക്തികൾ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അനേകർക്ക് ഈ എപ്പിസോഡ് വിടുതലാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.